നോക്കാമച്ചി. കുറച്ചു നേരം വൈബ് മൂഡ് വിട്. എന്നിട്ട് ഒരു പുതിയ ചലഞ്ച്. ഈ ബുൾസൈ കഴിക്കും. ബുൾസൈ ചലഞ്ച്. ബുൾസൈ ചലഞ്ച് പൊളിക്കും. ഇത് കഴിച്ചാൽ അമ്മച്ചിക്ക് ഞാൻ 500 രൂപ തരും. 500 രൂപ ഞാൻ തരും. ഉറപ്പ്. ഇത് മുഴുവൻ ഞാൻ കഴിക്കണം. ഇത് മുഴുവൻ കഴിക്കണം. ഈ വെള്ളം കഴിക്കണോ മഞ്ഞ കഴിക്കണോ? കുരു പൊട്ടരുത്. എനിക്ക് എന്തിനാടാ നിന്നോട് കുരു പൊട്ടറ? നീ എന്റെ ചങ്ക് പ്രോ അല്ലേ? അങ്ങനല്ല, ഇതിന്റെ മഞ്ഞക്കുരു പൊട്ടരുത്. പൊട്ടാതെ കഴിക്കണം. കഴിച്ചേ. അത് എന്താണ് സംഭവം? ചെറിയൊരു വിറവലുണ്ട്. 2 എണ്ണം അടിച്ചാ മാറും. 2 എണ്ണത്തിന് നിൽക്കൂല. അത് അമ്മച്ചടിക്കാൻ അമ്മച്ചിക്ക് അടിച്ചിട്ടിരിക്കും. വൈബും മൂടലാണ്. പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നു. 500 രൂപയുണ്ട്. കാര്യം ബെറ്റായോണ്ട് അമ്മച്ചി മേടിക്കണേട്ടാ. നിന്റെ കാശ് ഉണ്ടായിരുന്നാ? എന്റെ കാശില്ല. പിന്നെ നീ ഇതോടെ നപ്പിച്ച് ഉത്സവം അടിച്ചോണ്ടിരുന്നപ്പോ ഫ്രിഡ്ജിന്റെ വണ്ടിയായിരുന്നു. എന്റെ കാശെടുത്ത് എനിക്ക് തന്നെ. നീ എന്താണ്? നീ ചങ്കാണ്. പിന്നെ വേറെ കാര്യം, ഇന്ന് വൈകിട്ട് സജിത്തില്ലേ, സജിത്ത് ഇവിടെ മറ്റേ ഹെയർ കളർ അടിച്ചിങ്ങനെ മുടിയൊക്കെ സഹിക്കും. അവനൊരു കിട്ടുക്കിട്ട് ഊക്ക് വൈക്കണ്ട അമ്മച്ചിക്ക് അതിന്റെ മോളിൽ കയറിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അവനെ കെട്ടിപ്പിടിച്ചു. അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. ഇന്ന് സജിത്തിന്റെ ബർത്ത്ഡേ നമ്മൾ ഇവിടെ വെച്ചാണ് ആഘോഷിക്കണം. അമ്മച്ചിയുടെ വീട്ടില്. അമ്മച്ചി വൈബാണ് മോനെ. നീ അവനെ വിളിച്ചോ. പിന്നെ മൈക്കിളിന്റെ ബർത്ത്ഡേ ആഘോഷം നടക്കൂല. എന്താണ്? അവന്മാരെല്ലാരും കൂടി ഇവിടെ ഒന്ന് അടിച്ചു വിളിച്ചാൽ കുന്തളിപ്പുഴ കാണിച്ചിട്ട് ഇവിടെ ബിയർ കുപ്പി പൊട്ടിച്ചിട്ട് മറ്റേ സാധനമൊക്കെ തിരിച്ചിട്ട് സീനായിരുന്നു ഞാൻ. എനിക്ക് സീനായിരുന്നു. ഇവിടെ ഞാൻ ആ ബിയറും കുപ്പി മുഴുവൻ പറക്കി കളയേണ്ട അവസ്ഥയായിരുന്നു. അത് കൊടുത്തിരുന്നാണ് ഞാൻ അറിഞ്ഞത്. നീ പിറ്റേ ദിവസം ബർഗർ തിന്നായിരുന്നു. ആകാശ പിന്നെ നമ്മളെ ക്രിക്കറ്റ് ടീമിൽ എല്ലാരും കൂടെ ഗോവയ്ക്ക് പോകുന്നുണ്ട്. അമ്മച്ചിണ്ട്. കാശിക്ക് പോകണമെന്നല്ല, ഗോവയ്ക്ക് പോകണമെന്നാണ് അമ്മച്ചിക്ക് പറ്റിയ ഒരു സംഭവം ഒന്നുമല്ല ഗോവ എന്ന് പറഞ്ഞാൽ. നമ്മൾ അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറെയാണ്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ ബർമുഡ നിക്കർ ഇടണം. അത്രേ ഉള്ളൂ. ഒരു ബർമുഡ നിക്കർ ഇട്ട് ഒരു കയ്യിലാത്ത ബനിയനിട്ട് ഒരു തൊപ്പിയും വെച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഓക്കെ സെറ്റാണ്. തലമുടി നരയാണ്. ഡൈ അടിക്കും. ഡൈ അടിച്ചാ പോലെ ബക്കറ്റിൽ ഒരു കുളിക്കണ്ടേ? എന്നാലും ഇത് ഇത്രയും കറക്കുള്ളൂ. എടാ നീയൊക്കെ വെറും 90s കിഡ്സ് ആണ്. നീ 60 കിഡ്സിനോട് കളിക്കാൻ നിൽക്കലേട്ടാ. പിന്നെ അമ്മച്ചറി വൈബത്തുമാ നീ ഒന്നും ഉണ്ടാവൂല. നീയൊക്കെ പടിയായിട്ടുണ്ടാവും. പിന്നെ ഈ പ്രായത്തിലുള്ളൊക്കെ പറഞ്ഞ ഫലിക്കും. പിന്നെ 2 മണിക്ക് ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. പോണെങ്കിൽ ബോൾ വാങ്ങിക്കണം. പൈസ ഇല്ല. നിന്റെ കാശിരിക്കണേ. അതല്ലേ ഞാൻ ബെറ്റായിട്ട് തന്നത്. അതാ നീ മേടിക്കണം. നീ പോയി മേടിക്കാം. അമ്മച്ചി പൊളി ആണോ? അപ്പൊ ഞാൻ പോയി ബോൾ മേടിച്ചിട്ട് അമ്മച്ചി. കിച്ചണിൽ എന്തൊക്കെ സംഭവങ്ങൾ. അമ്മച്ചി അങ്ങനെ UK-യിലുള്ള 10-16 വർഷത്തെ ജീവിതമൊക്കെ കളഞ്ഞ് വിരമിച്ച് ഞാൻ നാട്ടിലെത്തി. ഇനി എൻ്റെ സ്വന്തം നാട്ടിലെ ഈ വായുവൊക്കെ ഒന്ന് ശ്വസിക്കണം. അമ്മച്ചിയുടെ കൈ കൊണ്ട് അമ്മിക്കല്ലരച്ച ചമ്മന്തിയൊക്കെ കൂട്ടി അരകല്ലിലെ ദോശയൊക്കെ കഴിച്ച് അങ്ങനെ ഇനിയുള്ള ശിഷ്ടകാലം അമ്മച്ചിയുടെ ഒട്ടത്ത് അങ്ങ് ജീവിക്കണം. അമ്മച്ചിക്കാണെങ്കിൽ ഭയങ്കര പരാതിയാ, ഭയങ്കര പിണക്കോ. ഞാൻ വന്നിട്ടില്ല, നോക്കുന്നില്ല. ആ പരാതിയും പിണക്കോ എല്ലാം ഞാൻ ഇതോടെ തീർക്കും. അമ്മച്ചി അമ്മച്ചി ഈ പിച്ചക്കാരൊക്കെ കാലത്തെ കയറി വരുന്നത്. പോയിട്ട് അടുത്ത ആഴ്ച വല്ലതും പാടാ. പിച്ചക്കാരനാ? അമ്മച്ചി സർപ്രൈസ്. നീ വന്നവരാന്ന് അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. പിന്നെ നിലവിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ട് ഞാൻ ജനശതാബ്ദി എക്സ്പ്രസ് അല്ലേ. വയസ്സാനാലും നിന്റെ ഈ വളിച്ച കോമഡി ഉന്നെ വിട്ട് പോകാൻ. അതെങ്ങനെ പോകാനാണ്? ഇതിന്റെ അല്ലേ മോൻ. അങ്ങനെ പോവോ പെട്ടെന്നൊക്കെ? മുരളിക്കൂട്ടാ, നീ ഇപ്പോഴും 80s കിഡ്സിലാ നിക്കണ. ഞാൻ 2K25 ആയി. നീ എന്റെ വൈബല്ല. നീ പടിയായിക്കോ. അമ്മച്ചി ഞാൻ മുരളീധരൻ അമ്മച്ചിയുടെ മോനാണ്. മനസ്സിലായോ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത? നീ എന്റെ വൈബല്ല. നീ നോക്ക്, നിന്റെ കോല നീ നോക്ക്. കൊറേ എണ്ണയും മാറിപ്പോ 2 കിലോ വിളിച്ചാൽ നിന്റെ തലയുണ്ട്. അടുക്ക ചക്കൻ തന്തയേക്കാൾ മോശം. വിട് വിട് വിട്. അമ്മച്ചി ഞാൻ റിട്ടയർഡായി വന്നേണെന്ന്. എടാ അല്ലെങ്കിലും പെറ്റ തള്ളേനെ നോക്കാത്തവന്മാരെ അവസാനം ഇങ്ങനെ തന്നെ വരുള്ളൂ. നിനക്ക് അങ്ങനെ തന്നെ വേണം. റിട്ടയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് വിരമിച്ചു വന്നാണ്. പിന്നെ അതെനിക്കറിയാൻ പാടില്ല. എന്നാലും അറിഞ്ഞോളന്ന് സമ്മതിക്കൂല. സെയിം സ്വഭാവം തന്നെ. എടാ നീ നീ പടിയായിക്കോ. നീ വിട്ടപ്പോ. അമ്മച്ചി എന്താ പറയുന്നത്? എന്ത് അമ്മച്ചി കൊച്ചു ഓവറാണ് കേട്ടാ. അമ്മച്ചിനോട് ഇനിയുള്ള ദിവസം കൂടെ നിൽക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. എന്റെ കൂടെ നിൽക്കണം. മക്കളെ സമാധാനം. ഈ 10-15 കൊല്ലം ഞാനിവിടെ ഒറ്റക്ക് എൻജോയ് ചെയ്ത് വായി പഠിച്ച് നടക്കരുത് പിള്ളേരെ. നീ എന്തിനു കെട്ടിയെടുത്തേ? പോടാ.
ഇതാണ് കുഴപ്പം. ഇതാണ് കുഴപ്പം. ഇങ്ങനത്തെ അമ്മച്ചിയെ ഈ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്ന് നിൽക്കാത്തത്. എന്റെ ഭാര്യ അല്ലെങ്കിൽ അവളൊക്കെ എന്തിനും ഇങ്ങോട്ട് തന്നെ അവള് വരണ്ട. അമ്മച്ചിനൊന്ന് കോൾ ചെയ്യാൻ പള്ളി. അമ്മച്ചി അങ്ങനെ പറയരുത്. അമ്മച്ചി ഇവിടുത്തെ ടൈം 8:30 മണിക്ക് അവള് നിങ്ങളെ വിളിക്കില്ല. നിങ്ങൾ കോൾ എടുക്കാറില്ല. എടുക്കൂല. ഞാൻ ബിസിയാണ്. ഞാൻ ലൈവ് ഇടും ഫേസ്ബുക്കിൽ. ഞാൻ ലൈവ് ഇടും. ഫേസ്ബുക്കിൽ ലൈവാ? പിന്നല്ലാണ്ട്. എന്നാ പിന്നെ പോട്ടെ. ലൈവ് കഴിഞ്ഞിട്ട് അമ്മച്ചിനെ തിരക്ക് കഴിഞ്ഞിട്ട് ഒരു 10:30 മണിയാകുമ്പോ അമ്മച്ചിക്ക് അങ്ങോട്ട് വിളിച്ചൂടെ? അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിന്റെ തന്ത ഒന്ന് ലൈവ് ഇടും. നിന്റെ തന്ത ഒന്ന് ലൈവ് ഇടും. എടാ നീ എന്നെ ഇൻസ്റ്റാ ഫോളോ ചെയ്യണ്ട. മുരളി. ഇല്ലല്ല. ഇറ്റ്സ് മീ സുമം. അതാര്? ഞാൻ. സുമതി എന്നല്ലേ അമ്മച്ചിയുടെ പേര്? അതാണ് നീ ഇപ്പോഴും 2K25 എത്തിയിട്ടില്ല. നീ വെറും 80s കിഡ്സ് ആണ്. ഞാനൊരു കാര്യം ഇൻസ്റ്റയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്റെ ഇൻസ്റ്റയില് അമ്മച്ചി ഞാനും കൂടെ നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ ഇട്ട്. പക്ഷെ അതിപ്പോ കാണാനില്ല. കാണൂല. ഞാൻ റിപ്പോർട്ട് അടിച്ചു കളഞ്ഞു. നിന്നോട് ആരാണ് ഞാൻ മുണ്ടും ബ്ലൗസും തോർത്തുകൊടുക്കണ പടം പണ്ടത്തേക്ക് കൊണ്ടിടാൻ പറയാം. എന്റെ ഫാൻസ് സീരിയസ് ആയിട്ടാണ് പറയണ്ട. ഇതൊക്കെ നിർത്തിക്കോ കേട്ടോ. സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇനി ഇതൊന്നും വേണ്ട. ഞാൻ അമ്മച്ചിനോടത്ത് കഴിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇവിടെ വന്നു. നമുക്കൊരു സന്തോഷം വേണമല്ലോ. അമ്മച്ചി ഒരു കാര്യം ചെയ്യും. അമ്മച്ചി ഡ്രസ്സൊക്കെ മാറി നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ഒരു തട്ടുകട കയറിയിട്ട് ദോശ, ചമ്മന്തി, അതുപോലെ ചട്നി, പപ്പടം, പരിപ്പുവട, ഓംപ്ലേറ്റ് ഇതൊക്കെ ഞാൻ അമ്മച്ചിക്ക് വാങ്ങിച്ചു തരാം. തട്ടുകട, ദോശ, ചമ്മന്തി, പരിപ്പുവട, രസവട, പപ്പടം വിട്. നീ മൂടൊക്കെ വിട് മോനെ. നീ ഫോൺ എടുത്തിട്ട് ബുക്ക് ചെയ്. എന്തോ ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, പൊളിയാണ്. ചില്ല് സാധനം, ചില്ല് വൈബായിരിക്കും. ഫ്രഞ്ച് ഉരുളക്കിഴങ്ങ് വറുത്തത്, ഫ്രഞ്ച് ഫ്രൈ. പൊന്നുദൈവമേ, എണ്ണയെ പേടിച്ച് എണ്ണപ്പാടത്ത് വന്ന പോലത്തെ അവസ്ഥയായല്ലോ ഈശ്വര. എന്താണ് നിനക്ക്? അമ്മച്ചി ഇതൊന്നും ശരിയാകത്തില്ല. എന്താ പറ? പുറത്തൊരു കാർ കിടക്കുന്ന നമ്മുടെ ചെറുക്കൻ വന്നാണ്. നീ വിട്ടോ, ഞാൻ സെറ്റ് ആയിക്കോളാം. വൈകുന്നേരം പച്ചാളഞ്ഞ കാണട്ടെ. ഓക്കെ, സെറ്റ് വിട്ടോ. ഓക്കെ ബൈ. അമ്മച്ചി അതാരാണ്? അതാരാ വിളിച്ചത്? നമ്മുടെ ചങ്ക, നമ്മുടെ പയ്യനാ. ഇതൊന്നും നടക്കത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഒരു കാര്യം ചെയ്യും. ഇതെല്ലാം പോട്ടെ. ഞാൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാ. അമ്മച്ചി ഒരു കാര്യം ചെയ്യും. ചെന്ന് ഡ്രസ് ചെയ്തു വാ. നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഏത് സിനിമ? പുതിയൊരു പടം ഇറങ്ങി, മലയാള പടം, സാഹസം. മലയാളത്തിലെ കാറിൽ പോകൂടാ. ഞാൻ ഫാസ്റ്റ് ഫീൽസിന് ടിക്കറ്റ് ഉണ്ടാ നോക്കി. പിള്ളേര് പോയിട്ട് അമ്മച്ചി പോളി മൂടെ അമ്മച്ചിയും കൂടെ വേണ്ടത്. ഇന്നലെ പോവാൻ പറ്റില്ല. ഞങ്ങൾ വൈകുന്നേരം മോന്നി വന്നിട്ടുണ്ടെങ്കിൽ വാ. നിങ്ങൾ പോയ അമ്മച്ചി ഇത് ശരിയാകത്തില്ല. ഈ കിളവി വെള്ളം പറ്റിയല്ല. നിങ്ങൾ മിണ്ടരുത് കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം, സാധാരണ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തള്ളമാര് പ്രാർത്ഥിക്കും. ഈ തള്ള ഏത് വാക്കെടുത്ത് പോകണം? ദൈവമേ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. ജീപ്പ് പോണല്ല, ഒരു ജീപ്പ്. അയ്യോ, സവാട്ടി ജംഗ്ഷനിൽ നിന്ന് വിട്ടോ. കിഴക്കന്മാരുണ്ട്. വിട്ടോ തൂണിൽ കെട്ടിട്ട് ഇടിച്ച് പൊളിക്കും. ജീവിതം എന്നടിച്ച് നശിപ്പിച്ചു കളഞ്ഞി. എന്നോട് മാറ്റി വന്നിട്ട് പറ, സണ്ണിച്ചനും കിട്ടിയടാ. ഞെട്ടിപ്പോയി. എന്നോട് അവൻ പറഞ്ഞത് വെച്ചോ 2 മണി ഗ്രൗണ്ടിൽ പൊളിക്കുന്നു. മോനെ പറ എന്താ നീ ടിക്കറ്റ് ബുക്ക് ചെയ്താ? ഇതാരാ ഈ സബാട്ടി? സവാട്ടിയൊക്കെ നമ്മുടെ കമ്പനി. ചങ്ക് മാർട്ടിന നമ്മുടെ കമ്പനി. അമ്മച്ചി ഇതൊക്കെ ഇച്ചിരി ഓവറാണ്. ഇതായി കിറുക്കന്മാരാരാ? കിറുക്കന്മാര് പോലീസുകാർ കിറുക്കന്മാരെന്നല്ലേ പറഞ്ഞ. എടാ, നീ കൊച്ചി കിടന്ന് വളർന്നിട്ട് നീ കുറെ നേരം UK പോയി കിടന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേട്ടാ. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അമ്മച്ചി ഫോർട്ട് ചർച്ചിൽ കിടന്ന് കറങ്ങാറുണ്ടല്ലേ? നീ എന്നെ എവിടെയും കൊണ്ടുണ്ടാ? ദൈവമേ, കിളവി മരുന്നടിയാറ്റ തുടങ്ങി. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്ന് വൈകുന്നേരം മൈക്കിളിന്റെ അപ്പം ക്ലീറ്റസ് പടിയായതിന്റെ പാർട്ടി ഉണ്ട്. മൈക്കിളിന്റെ അപ്പം ക്ലീറ്റസ് തട്ടിപ്പ്. ജംതിയിൽ അടക്കം കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ വിളിയിൽ DJ ഉണ്ട്. സാധനം ഉണ്ട്. 2 കേസ് ബീറും പിടിക്കും. ദൈവമേ, ഒരാൾ മരിച്ചതിന് ചെലവ് നടത്തുന്ന ഒരാളിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നീ 2K25 വാടാ. ശരിയാകത്തില്ല. നമ്മളെ യുദ്ധം നടക്കും. ഞാൻ ഇനി കൂടെ ഉണ്ട്. എല്ലാം ഞാൻ ശരിയാകത്തില്ല. അതെ, ഈ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്ത മുറി കൊണ്ട് വെച്ചോ. നിന്റെ കുഴമ്പിന്റെ മണം എനിക്ക് പിടിക്കണം. ശരിയാക്കി തരാം കേട്ടാ. ശരിയാക്കി തരാം. കാണിക്കണ ഇതൊന്നും എടുത്ത് അകത്ത് കൊണ്ടുപോകാനാ. മാറിക്കണ്ടേ? ഓപ്പ് കാണിക്ക. 3 പേരാണ് ഫ്ലൈറ്റിലേക്ക് കയറ്റിക്കൊണ്ടുവച്ചത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 4 പേരാണ് ചേർന്ന് യൂണിയൻകാർ കാറ് കയറ്റി വെച്ചത്. അവിടെ നിന്ന് ഈ വീട് വരെ ഒരു ബംഗാളിക്ക് 500 രൂപ കൊടുത്ത് കൊണ്ടുവന്ന സാധനമാണ് അമ്മ ഈസി ആയിട്ട് എടുത്തോണ്ട് പോകുന്നത്. ഈ കാലം ഇത് എങ്ങോട്ട് പോണത് ഈശ്വര? മിക്കവാറും ഇത് യുദ്ധം നടക്കും. ഇവിടെ കലിംഗ യുദ്ധം നടക്കും. അമ്മച്ചി ആരാ?
പുറത്തൊരു കാർ കിടക്കുന്ന ആരാ? അത് അമ്മച്ചിയുടെ മോൻ വന്നതാ. മോൻ വന്നിട്ടുണ്ട്? അതെ അതെ അതെ. അച്ഛാ മോനെ ഇങ്ങോട്ട് വിളിച്ചാണ്. അതെ അതെ. ആരാന്നാ പറഞ്ഞേ? മനസ്സിലായില്ലേ? ഇല്ല. അച്ഛൻ ചെന്ന് അമ്മച്ചിയുടെ മോനെ ഇങ്ങ് വിളിക്കേ. അച്ഛനല്ല, ഞാനേ അമ്മച്ചിയുടെ മകനാണ്. ഓ അവിടെ ഞാൻ അമ്മച്ചിയുടെ മോനാണ്. നിങ്ങൾ വേറെ പിള്ളേരുടെ കാര്യം ചെന്ന് പറഞ്ഞു. എന്റെ അമ്മയാണ്, എന്റെ വെളി കിടക്കുന്ന കാർ എന്റെയാണ്. ഞാൻ അമ്മച്ചിയുടെ മോനാണ്. 10-20 വർഷമായിട്ട് നമ്മളാരും കണ്ടില്ല ഇവിടെ അമ്മച്ചിയുടെ മോനെ. ചുമ്മാ ആവശ്യമില്ല. ഞാൻ ഒരു പെട്ടി കൊണ്ട് വന്നു. പെട്ടി അമ്മച്ചി എടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ അത് കാണിക്കായിരുന്നു. പെട്ടി അമ്മച്ചി എന്നൊക്കെ പറയുന്നത് ജോൺ ഹോനയ്യ. പിന്നെ ഞാനാണ്. നീ ആടാ? ഞാൻ ഇവിടെ അമ്മച്ചിയുടെ ചങ്ക് ബ്രോ. ഞാൻ മാത്രമല്ല, രാത്രി സന്ധ്യ ആവണം ക്യാരംസ് കളി, ചീട്ട് കളി, ക്രിക്കറ്റ് കളി, ഷട്ടിൽ, ഇവിടെ 10-16 ചങ്ക് ബ്രോ ഉണ്ട് അമ്മച്ചിക്ക്. ചങ്കൂതേണ്ട സമയത്ത് ചങ്കുകളെയും കൊണ്ട് നടക്കുകയാണ്. കള്ളാക്കളവി ശരിയാക്കി തരാൻ കേട്ടാ. അതൊക്കെ പോട്ട്. നീ എവിടെ നിന്ന് പറഞ്ഞ? നീ ആര്? ഞാൻ 3 വീടിന്റെ അപ്പുറത്തുള്ള. 3 വീട്ടിന്റെ അപ്പുറത്തുള്ള എന്ന് പറയുമ്പോ സതീശന്റെ മോൻ. ഇപ്പോഴും അച്ഛൻ തന്നെ സതീശൻ. അതല്ല, സതീശ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന്? അച്ഛൻ കിടപ്പിലാണ്. സുഖമല്ലതായല്ലേ? ഇല്ല. പിന്നെ അമ്മ തൊഴിലുറപ്പിന് കൊണ്ടുവന്ന പൈസ എടുക്കും, എവിടെയെങ്കിലും അടിക്കും, ചെന്ന് കിടക്കും, വീട്ടിൽ വരില്ല. നല്ല കുടുംബമായിട്ടാണ് കമ്പനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടാ. ശരിയാക്കി തരാം. നല്ല കുടുംബം. അച്ഛനും കൊള്ളാം. ശരിയാകത്തില്ല. നീ എന്തിനോടെ വന്നത്? അത് പറയടേ. ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കേ. ക്രിക്കറ്റ് കാണാൻ അമ്മ വിളിക്കാൻ വന്നതാ? അല്ലല്ല. പിന്നെ അമ്മച്ചല്ലേ നമ്മളെ ടീമിന്റെ വിക്കറ്റ് കീപ്പർ. ഓ അമ്മച്ചിയാ? അമ്മച്ചി ഇങ്ങോട്ടോ അമ്മച്ചി ഇങ്ങോട്ട്. ഇപ്പൊ ഇന്ന് 2 ക്രിക്കറ്റ് നിന്റെ കൂടെ അമ്മച്ചി എന്താണ് സംഭവം? ഇത് ആരാണ്? ഈ ചങ്ക് കോപ്പെന്നൊക്കെ പറഞ്ഞോണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നമാണ്. നിങ്ങൾ എവിടെ പോകും? നിങ്ങൾക്ക് അതിന് ക്രിക്കറ്റ് കളിക്കാൻ അറിയാം? എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാമോ? നീ എവിടെയായിരുന്നു ഇത്രയും കാലം? അമ്മച്ചിയുടെ വൈബൊക്കെ നീ വല്ലതും അറിയണ്ട. എപ്പോഴും വീഡിയോ അമ്മച്ചേ ഇവന്മാരാണ് നമ്മുടെ ചങ്ക്. എടാ ഇവന്മാരില്ല ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വരും ക്രിക്കറ്റ് കളിക്കാൻ. നമ്മുടെ ജനലിന്റെ ഓരോ ചില്ലും അടിച്ചു പൊട്ടിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഓരോ ബോൾ ഇങ്ങനെ പിടിച്ചു നോക്കും. ഇവന്മാര് പിന്നെയും വന്ന് കളിക്കും. അവസാനം എനിക്ക് മനസ്സിലായി ഇവന്മാരെ കളി എന്തായാലും നിർത്തൂല. ഇവന്മാരെ അവിടെ നിന്ന് അടിക്കും, ഇവിടെ ക്യാച്ച് പിടിച്ച് ബോൾ എടുക്കും, ഇവിടെ നിറയും, ഇവിടെ പിടിക്കും, ഇവിടെ പിടിക്കും. ഇവന്മാരെ അടിക്കണ ബോളൊക്കെ അമ്മച്ചി ഇവിടെ നിന്ന് പെരടത്തിന് ചില്ല് പൊട്ടടിക്കാൻ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവരിങ്ങോട് വന്നു. അമ്മച്ചി എന്തിനാ പെരടത്തിരുന്ന് ക്രിക്കറ്റ് കളിക്കണം? അമ്മച്ചി നല്ല കീപ്പറല്ലേ? അമ്മച്ചി അങ്ങോട്ട് പോയി വേലിക്ക് അപ്പുറം അമ്മച്ചിയുടെ കഴിവ് പുറത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. ചില്ല് വൈബ്. ഞാൻ അങ്ങനെ അന്ന് ഞങ്ങൾ തുടങ്ങിയതാണ് ഞങ്ങള് ക്രിക്കറ്റ് കളി. നടക്കത്തില്ല. അതാ ഇതുവരെ കളിച്ചു, അതൊക്കെ പോട്ടെ. ഇതുവരെ സംഭവിച്ചു. ഇനി ഇവിടെ ക്രിക്കറ്റും ഇല്ല, ചങ്കുമില്ല, ബ്രോയും ഇല്ല, കോയിപ്പുമില്ല, ഒന്നുമില്ല. സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഇതേപോലുള്ള ചെറുക്കന്മാര്, അലുമ്പ് ചെറുക്കന്മാരാണ് ഈ അമ്മച്ചി ഇങ്ങനെ വഷളാക്കിയിരിക്കുന്നത്. ഇനി ഇത് സമ്മതിക്കത്തില്ല. ഇവിടെ കളിക്കാനും വരുന്നില്ല, ഒന്നും വരുന്നില്ല. എപ്പോഴാ അമ്മച്ചി പറയട്ടെ. അമ്മച്ചി ഞങ്ങൾ അലുമ്പ് ചെറുക്കന്മാരൊക്കെ. പക്ഷെ അമ്മച്ചി പറഞ്ഞ ഞങ്ങൾ ഇറങ്ങി പോവാ. പറയാ അമ്മച്ചി. ഇറങ്ങിപ്പോടാ. അമ്മച്ചി പറഞ്ഞില്ലേ? ഇറങ്ങിപ്പോടാ. ഞാൻ മോനാണ്. ശരി, സമ്മതിച്ച്. ഈ അമ്മച്ചി 10-15 കൊല്ലം ഇവിടെ ഒറ്റക്ക് കിടന്നപ്പോഴത്തേക്കും ഈ മോൻ എവിടെയായിരുന്നു? ഞാൻ മറ്റേ UK പോയി കാശുണ്ടാക്കിയാലും പെറ്റാളെ നോക്കണ പോലെ ആവില്ല. എടാ അമ്മച്ചിയുടെ പ്രഷർ അടിച്ച് വീണെടുത്തപ്പോ നമ്മുടെ ഈ ചങ്കണ്ടായിരുന്നു. നീ പറഞ്ഞില്ലേ കുറെ അലമ്പന്മാരെന്ന്? എടാ എല്ലാ നാട്ടിലും കാണും ഇതുപോലെ കുറെ അലമ്പന്മാര്. പക്ഷെ അവന്മാരുണ്ടാവുള്ളൂ ഒരു ആപത്ത് വന്ന് ഓടി വരാനും ബ്ലഡ് അറിയാമോ? അവന്മാരുണ്ടാവുള്ളൂ. അമ്മച്ചിയുടെ വീണെടുത്തപ്പോ ഇവന്മാരെടുത്തോ ഓടി. നീ വിളിച്ചത് അമ്മച്ചി ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതല്ല, ഇവന്മാരും ഇവിടെ നിൽക്കും. നിനക്ക് പോണെങ്കിൽ പോവാ. പിന്നെ നിന്നെ ഞാനിങ്ങനെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് വന്നോങ്കി വരാം. ഞാൻ ആരെയും വേണ്ടാന്ന് പറയൂല. ഒരു കണക്കിന് അമ്മച്ചി പറഞ്ഞ നല്ലതാണ്. ഇങ്ങനെ ജോലിക്കും കൂലിക്കൊന്നും പോവാതെ വീട്ടിനകത്ത് കയറി ഇങ്ങനെ ശരീരം അനങ്ങാതെയൊക്കെ ഇരിക്കുമ്പോ അത് വേറെ ഒരു സംഭവമാണ്. അതിനേക്കാളും ഇങ്ങനെ ക്രിക്കറ്റ് കളിയോ എന്തെങ്കിലും എൻജോയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോ ഒന്നുമില്ലെങ്കിൽ അസുഖമെങ്കിലും വരാതിരിക്കും അല്ലേ? അത് പെട്ടെന്നൊരു മനംമാറ്റം. അങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ അകത്തും ഞാൻ പുറത്തും ആയി പോകൂലേ? എന്നാ പിന്നെ 2 മണിക്കത്തെ കളിക്കങ്ങട് ഇറങ്ങിയാലാ?
അമ്മച്ചി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ആ. ഒരു ക്രിക്കറ്റ് ബാറ്റ് ബോൾ എനിക്ക് കൊടുത്തടാ. അത് നിങ്ങൾക്ക് കളിക്കാൻ അറിയാമോ? എടാ ഈ 60 കിഡ്സിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാമെങ്കിൽ ഈസി ആയിട്ട് ഈ 80 കിഡ്സിനെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കൂടാ. ഞാൻ ഒരു കാര്യം പറയാം, സ്പോർട്സിന് ജനറേഷന് പ്രശ്നമല്ല. അതെ. അത് ഇൻട്രസ്റ്റോട് കൂടി വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഞങ്ങൾക്ക് ഓക്കെയാ. എന്നാ കമാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.